അണമുറിയാത്ത സങ്കടക്കടലിന് നടുവിൽ അർജുൻ നിശ്ചലനായി കിടക്കുകയാണ്. ആ വീടിൻ്റെ ഉമ്മറത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി അർജുനെ സ്നേഹിച്ചിരുന്ന, അർജുനെ ഇഷ്ടപ്പെട്ടിരുന്ന, അർജുനെ പറ്റി അറിഞ്ഞു കേട്ട് വന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മുഴുവൻ അർജുനെ അവസാനമായി ഒരു യാത്രാമൊഴി നൽകി അവിടെ ഒന്ന് മടങ്ങാൻ കഴിയുമോ എന്നറിയില്ല. 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സമയം ഇനി അർജുൻ ആ വീടിൻ്റെ ഉമ്മറത്ത് മുറ്റത്തുണ്ടാവില്ല. അപ്പോൾ അതിനു മുമ്പ് ആളുകൾക്ക് മുഴുവൻ അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. ആ നാട് മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. എല്ലാ വഴികളും കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്കാണ്. ഇപ്പോൾ മുഴുവൻ ആളുകളും അവിടേക്ക് വരികയാണ്. അർജുനെ പറ്റി അറിയാവുന്നവരും ഇനി അർജുനെ പറ്റി കേട്ടുകേൾവി മാത്രമുള്ളവരും ഇനി വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോലും, കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെയൊക്കെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന്, വയനാട് ജില്ലയുടെയൊക്കെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെയോടെ ഈ കണ്ണാടിക്കലിലേക്ക് എത്തിയ ആളുകളൊക്കെ അർജുനെ കാണാനായി ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ അർജുൻ എന്നത് കേരളത്തിൻ്റെ മുഴുവൻ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരനായി മാറുന്നു, ഒരു നോവായി മാറുന്നു, ഒരു ദുഃഖ ബിന്ദുവായി മാറുന്നു. അതാണ് നമ്മൾ ഈ കാഴ്ചകളിലൊക്കെ കാണുന്നത്. അർജുൻ എത്ര പ്രിയപ്പെട്ടവനായിരുന്നു ആ നാടിന്, ആ വീടിന് എന്നത് അവിടെ എത്തുന്ന ഓരോരുത്തരുടെയും മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വീടിനുള്ളിലെ കാഴ്ചകൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനേ കഴിയില്ല. വലിയ ഹൃദയവേദനയോടെ ഹൃദയം തകർന്ന അർജുൻ്റെ സഹോദരിയും ഭാര്യയും അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളുമൊക്കെ നമുക്ക് കാണാം. ഒരു നോവായി ആ കുഞ്ഞിനെയും നമുക്ക് കാണാം. അച്ഛൻ കളിപ്പാട്ടവുമായി വരുന്നത് വിജയകുമാർ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മുടെ അർജുൻ്റെ അമ്മ, സഹോദരി, ഭാര്യ, അതുപോലെ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ഇവരെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ദുഃഖാർത്ഥരായി കുടുംബത്തിൻ്റെ ജീവിത ചിത്രങ്ങൾ നമുക്ക് കാണിക്കാൻ വിഷമമുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് താങ്ങാൻ കഴിയാത്ത വേദന സമ്മാനിച്ചാണ് അർജുൻ്റെ യാത്ര പറച്ചിലുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി ഒരിക്കലും ഈ ചെറുപ്പക്കാരന് ഈ വീട്ടിലുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യമാണ് അവരെ നടുക്കിക്കളയുന്നത്. ഇതൊന്നും അറിയാതെ അയാൻ എന്ന മകനും അവിടെയുണ്ട്. ഈ കുഞ്ഞു മനസ്സിലറിയില്ല. സന്ധ്യ പറയുന്നു, സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് കാണുന്ന ഏത് ലോറിയും കാണുമ്പോൾ നമുക്ക് അർജുനെ ഓർമ്മിച്ചു പോകുന്നൊരു പ്രേക്ഷകൻ നമ്മളോട് എഴുതിയിരിക്കുന്നു. ഇത് തന്നെയാണ് അനുഭവം. ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ അർജുനെ നെഞ്ചിലേറ്റി, നെഞ്ചിൽ സ്നേഹത്തിൻ്റെ പക്ഷേ ഒരു പളുങ്കുപാത്രം പോലെ നിൽക്കുന്ന ഒരാളായി അർജുൻ മാറിയിരിക്കുന്നു. വിജയകുമാർ, ഇപ്പോൾ സജോ ദേവസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഒരുപക്ഷെ നമുക്ക് എന്താണ് ഈ ദുഃഖചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരച്ചിടാൻ ഉപയോഗിക്കേണ്ട വാക്കുകളെന്ന് അറിയില്ല. വാക്കുകൾ പോലും അർത്ഥശൂന്യമാകി പോകുന്ന നിമിഷങ്ങളാണ് മലയാളി ജനസമൂഹം നമുക്ക് ഈ കണ്ണാടിക്കൽ സമ്മാനിക്കുന്നത്. ഈ സജോ ദേവസ്യ, താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിലാപയാത്രയെ താങ്കൾ വിശേഷിപ്പിക്കുന്നത്? എത്ര പേരുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുന്ന ആളാണ് അർജുൻ. ആ കുടുംബത്തിലെ അത്രയും മനുഷ്യരുടെ, ഒരു നാടിൻ്റെ, അങ്ങനെ കുടുംബത്തിൻ്റെ ആകെ സ്വപ്നങ്ങൾ ചുമലിലേറ്റിയാണ്, പ്രതീക്ഷകളും ചുമലിലേറ്റിയാണ് അർജുൻ തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. അതെല്ലാം ആ വേദന എന്നത് യഥാർത്ഥത്തിൽ പ്രകടമാകുന്നു. നാടൊന്നാകെ ഈ കുടുംബത്തോടൊപ്പം വേദനിക്കുന്നു, ദുഃഖിക്കുന്നു എന്നത് അത്രമേൽ ഹൃദയഭേദകമാണ്. അനുഭവങ്ങൾ ഒന്നാകെ 72 ദിവസം നമ്മുടെ നാടൊന്നാകെ, അതോടൊപ്പം മറ്റൊരു നാട്ടിലെ അനേകം മനുഷ്യരുമൊക്കെ ആ സെർച്ച് ഓപ്പറേഷനൊക്കെ നേതൃത്വം കൊടുക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തു, പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒക്കെയും മലയാളി കേരളത്തിൽ, ലോകത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാം ആ പ്രാർത്ഥനയോടെ അത് നോക്കിക്കണ്ടു. ലോകത്തെമ്പാടും ഇരുന്ന ആ ദുഃഖത്തിൽ പങ്കാളികളായി. അർജുൻ തിരിച്ചു വരണമേ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഏതെങ്കിലും ഒരു കഥ സത്യമാകണമേ എന്നവർ പ്രാർത്ഥിച്ചു. അതിനെല്ലാം ഒരു കാരണം അത്രത്തോളം വേദന അർജുൻ്റെ വേർപാട് സമ്മാനിക്കുന്നുണ്ട് എന്നതാണ്. കാരണം ഈ വഴികളെല്ലാം, കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്കുള്ള വഴികളെല്ലാം ഇങ്ങനെ നിറഞ്ഞു കവിയുന്നത് അത്രമേൽ ഹൃദയവേദ ഈ മനുഷ്യരെല്ലാവരും പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന കാഴ്ചകളൊക്കെ, ഇപ്പോൾ വീടിന് തൊട്ട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ വിവരണാതീതമാണ്. കാരണം ആ കുരുന്നിനെ ഓർത്ത്, കുരുന്നുമായുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചതാണ്, നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളടക്കം പങ്കുവയ്ക്കപ്പെട്ടതുമാണ്. അതെത്രമേൽ നമ്മെ ദുഃഖിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കണമെന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് കഴിയാതെ പോകുന്നുണ്ട്. അത്രയധികം ആളുകൾ വരുന്നു. അവരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതായത് 2 ഭാഗത്തേക്കുമുള്ള വഴികളിൽ നിന്ന് ആളുകൾ ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവരെയൊക്കെ എല്ലാവർക്കും അതിനുള്ള അവസരം കൊടുക്കാൻ തന്നെ പ്രയാസമാണ്. വളരെ വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ വീടിനോട് ചേർന്നൊരു ഭാഗത്ത് തന്നെയാണ്, വീടിൻ്റെ ഒരു സൈഡിലാണ് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. അവിടെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇതിനകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും
അവർ യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുകയാണ്. കാരണം ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു കാരണം എന്നത് ആ ചെറുപ്പക്കാരൻ്റെ ആ ജീവിതം തന്നെയും പരിശോധിച്ചാൽ അത്രമേൽ പൊരുതിയാണ് ആ കുടുംബത്തെ ആ ചെറുപ്പക്കാരൻ, ആ യുവാവ് അർജുൻ സംരക്ഷിച്ചു പോന്നിരുന്നത്. എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊക്കെയും ഈ 72 നമുക്കൊപ്പം ചേർന്നത് സജോ വരച്ചിട്ട ചിത്രങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ ഈ ചിതയിലേക്ക് 11 മണിക്ക് എടുത്തു വയ്ക്കണം മൃതദേഹം. സംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് പൂർത്തിയാക്കണം. കാര്യം ഗംഗാവലിപ്പുഴയുടെ അഗാധങ്ങളിൽ ഇത്രയും 70-നോളം ദിവസങ്ങൾ കിടന്ന മൃതദേഹമാണ്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുണ്ടായിരുന്നെങ്കിലും അത് കഴിയാതെ പോകുന്നു. കാര്യം ഈ ഒഴുകി വരുന്ന ജനസഞ്ചയത്തെ നിരാശപ്പെടുത്താൻ കഴിയില്ല. ഈ പളുങ്കുപാത്രം പോലെ കൊണ്ടു നടന്നൊരു ജീവിതം തകർന്ന് തരിപ്പണമായി പോയി. ആ ദുഃഖമാണ് പ്രേക്ഷകരുടെ മനസ്സിലുള്ളത്. അതേസമയം വീടിൻ്റെ അകത്തളങ്ങളിൽ ദുഃഖാർത്ഥരായി നിൽക്കുന്ന കുടുംബ അംഗങ്ങൾ അവരുണ്ട്. അവർക്കറിയാം ഒരുപക്ഷെ ഈ വേദനയുടെ ആഴമെന്തെന്ന് അവരറിയുന്നു. ആഴത്തിലേക്ക് അമർന്നുപോയ ഒരു ജീവിതത്തിൻ്റെ തിരിച്ചു വരവാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ജനമനസ്സുകളിലൂടെ അവരുടെ ആത്മാവിൽ കത്തുന്ന ചിതയായിട്ട് ഒരുപക്ഷെ അർജുൻ തിരിച്ചു വരും. മോനിഷ പറയുന്ന എസ്കെയുടെ ശബ്ദമിടറുമെന്ന് മാത്രമല്ല, നമ്മൾ പതറിപ്പോവും, വാക്കുകളിടയ്ക്ക് മുറിയും. കാരണം നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ചേതനയേറ്റ അർജുനനപ്പുറം ഒരു മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചതിൻ്റെ ചിത്രമുണ്ട്. അതുപോലെ ഒരുപാട് പേരുടെ സ്നേഹവായ്പിൻ്റെ പ്രതീകമായിരുന്നു അർജുൻ ആയിരുന്നു ആ കുടുംബത്തിൻ്റെ നട്ടെല്ല്. അർജുനായിരുന്നു ആ കുടുംബത്തിലെ ജീവിതം താങ്ങി നിർത്തിയിരുന്നത്. എല്ലാം ഒരു ഡ്രൈവറുടെ ജീവിത വളയത്തിൽ അമർന്നുപോയ കഥയാണ് കണ്ണാടിക്കല്ലെ ഈ വീട്ടിന് പറയാനുള്ളത്. മോനിഷ പറയുന്നു, കൊല്ലത്ത് നിന്ന് ഞാനും വേദനയോട് ഇതൊക്കെ കാണുന്നു. ഒരിക്കൽ ഞാനും ഇതൊക്കെ അനുഭവിച്ചു പോയതാണ്. നമുക്കറിയാം ഈ പ്രതിസന്ധിയും നമ്മൾ കടന്നു പോകും, ഈ ദുഃഖവും നമ്മൾ ചാടിക്കടക്കും, ഈ കണ്ണീർ പാടവും നമ്മൾ കടക്കും. പക്ഷേ ഈ കണ്ണീർ പാടം നമ്മൾ ഏൽപ്പിക്കുന്ന മുറിവുകൾ അത് ചില്ലറയല്ല. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ അർജുനെ തേടാൻ വേണ്ടി രക്ഷാദൗത്യം നടത്തിയ സമാനതകളില്ലാത്ത യാത്രയ്ക്കിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കുപ്പായത്തിൽ കയറി ഒരുപാട് സമയം ഗംഗാവലിപ്പുഴയ്ക്കരികിൽ ചിലവാക്കിയ ആളാണ് മാധ്യമപ്രവർത്തകനായ ആഷ്മി താജ് ഇബ്രാഹിം. ഒരുപക്ഷെ ഈ സ്വന്തം ജീവിതം, അതായത് ജീവനോട് ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചിത്രങ്ങൾ ഗംഗാവലിപ്പുഴയുടെ കണ്ണീർ ജലത്തിൽ ഒരു തെളിനീരിൽ തിളങ്ങി വരുമ്പോൾ അതിനപ്പുറം താഴെ എവിടെയോ കാണാൻ കഴിയാത്ത ഒരിടത്ത് ഒളിഞ്ഞു കിടക്കുകയാണ് തൻ്റെ അർജുൻ എന്ന് തിരിച്ചറിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ആഷ്മി താജ് ഇബ്രാഹിം. ആഷ്മിയുടെ വാക്കുകൾ. SK, അന്ന് അവിടെ കൊടുങ്കാറ്റാണ്, അന്ന് അവിടെ പേമാരിയാണ്, ഭീകര മഴയാണ്. ആ മഴയത്തും കാറ്റത്തും ഉറപ്പായും നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് തന്നെയായിരുന്നു SK. നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷ അർജുനെ കിട്ടുന്നു. അർജുനെ ചേർത്ത് നിർത്തി കേരളത്തോട് പറയുന്നു, ഇതാ കേരളമേ, നമ്മൾ കാത്തിരുന്ന, നമ്മൾ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട അർജുൻ എന്ന് ചേർത്ത് നിർത്തി പറയുക എന്ന വലിയ സ്വപ്നവും ആഗ്രഹവുമായി പോയതാണ്. പക്ഷെ അത് എന്തായാലും SK സാധ്യമായില്ല. എൻ്റെ സ്വപ്നത്തോടൊപ്പം എൻ്റെ പ്രതീക്ഷയോടൊപ്പം കേരളത്തിൻ്റെയും SKൻ്റെയും എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ച വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് മുന്നിലേക്ക് എത്തിയത്. SK എന്തായാലും ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കേരള മനുഷ്യത്വം മാതൃകയാവുന്നു എന്ന് ഉറപ്പായും പറയാം. കാര്യം നേരത്തെ SK പറയുന്ന പോലെ കാർവാർ MLA ഇവിടെ വന്ന് കാണുമ്പോൾ, ഈ ജനക്കൂട്ടം കാണുമ്പോൾ, ഈ നൂറ് കണക്കിന് മനുഷ്യരെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരെ കാണുമ്പോൾ ഉറപ്പായും കാർവാറിലെ MLA സ്തബ്ധനായിട്ടുണ്ടാകണം എന്ന് പറഞ്ഞ ഒരു VIP അല്ലാത്ത, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാവല്ലാത്ത, സമുദായ നേതാവല്ലാത്ത ഒരു സാധാരണക്കാരായ ഒരു പാവം മനുഷ്യന് ഒരു നാട് ഇത്രത്തോളം യാത്രയപ്പ് നൽകുന്നോ എന്ന് ഉറപ്പായും കാർവാർ SP അന്തം വിട്ടിട്ടുണ്ടാവണം. ഉറപ്പായും MLA നാട്ടിൽ പോയി അക്കാര്യം കണ്ണാടിക്കലിനെ കുറിച്ച്, കേരളത്തിൻ്റെ സഹജീവി സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പറയും എന്ന കാര്യം ഉറപ്പാണ്. SK എന്തായാലും SK ഇപ്പോൾ അവൻ്റെ പ്രാരാബ്ധത്തിനിടെ, അവൻ്റെ കൊടിയ പ്രാരാബ്ധത്തിനിടെ അവൻ കെട്ടിപ്പടുത്തൊരു വീടാണ് SK അത് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന തിരക്കൊഴിയുമ്പോൾ, ഈ പറയുന്ന പ്രാരാബ്ധങ്ങൾ ഒഴിയുമ്പോൾ സമാധാനമായി ജീവിക്കുക എന്ന സ്വപ്നത്തിൽ അർജുൻ കെട്ടിപ്പടുത്ത ഒരു വീടാണത്. ആ വീട്ടുമുറ്റത്ത് ചേതനേറ്റ് അർജുൻ കിടക്കുന്നതും മനുഷ്യരായി പറഞ്ഞ ആർക്കും അത് സങ്കടമില്ലാതെ, ചങ്ക് പൊടിയാതെ കണ്ടിരിക്കാനാവില്ല SK. അപ്പോൾ പിന്നെ അവരുടെ വീട്ടുകാരുടെ കാര്യം പറയണ്ട. SK അല്പസമയം മുൻപ് നമ്മൾ ആ വീട്ടകത്തെ കാഴ്ച നമ്മൾ കണ്ടു. സഹോദരങ്ങൾ തേങ്ങുന്നു, അച്ഛനും അമ്മയും തേങ്ങുന്നു. നേരത്തെ SK പറയുന്നത് പോലെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടമാകുന്നത് പോലൊരു ദുഃഖം ലോകത്ത് വേറൊരു ദുഃഖമില്ല SK. ആ പുത്രദുഃഖം എന്ന് പറയുന്ന ദുഃഖം അവർ മരിക്കുവോളം, അച്ഛനും അമ്മയും ഈ ലോകത്ത് ജീവിക്കുവോളം അവരുടെ ഉള്ളിൽ എല്ലാ കാലവും ദിവസേന എന്നോളം നീറ്റിലായി നിൽക്കും. അതിനി ആരെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചാലും SK എന്തായാലും ആ നീറ്റൽ ബാക്കിയാകുന്നു, ആ വേദന ബാക്കിയാകുന്നു, അർജുൻ്റെ ജീവിത സ്വപ്നങ്ങൾ ബാക്കിയാകുന്നുണ്ട് SK. കാര്യം അർജുൻ അവൻ്റെ ജീവിത വഴിയിൽ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് 30 വയസ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം കരിപ്പിടിച്ചു വരുന്ന പ്രായമാണ്. നമ്മുടെ പ്രാരാബ്ദങ്ങൾ തീർത്ത്, ഉള്ള കടങ്ങളൊക്കെ തീർത്ത്, ഒന്ന് നൂന്ന് നിവർന്ന് നിന്ന് അവൻ്റെ സഹോദരനെ ഒക്കെ ഒരു സേഫ് പൊസിഷനിൽ എത്തിച്ച് അവനൊന്ന് നൂർന്നു നിന്ന് വരുന്ന
സമയമാണ് സ്കേൻ. അപ്പോൾ അവൻ്റെ ജീവിത സ്വപ്നങ്ങളാണ് ആ ശിരൂരിലെ മണ്ണെടുത്ത് പോയത്. ആ സ്വപ്നങ്ങൾക്ക് നമ്മൾ ഇനി കരുത്തായി ഉണ്ടാകണം സ്കേൻ, ഈ നാട് കരുത്തായി ഉണ്ടാകണം. അന്ന് മുഹമ്മദ് റിയാസ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അർജുനെ ഒരു നോക്ക് കാണാനായി വരുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. PK ഫിറോസും കൂടെയുണ്ട്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അർജുൻ നമ്മുടെ എല്ലാം ദുഃഖക്കടലായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ണീർ പ്രണാമം അർപ്പിക്കാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വരവാണ് നമ്മൾ കണ്ടത്. PK ഫിറോസും കൂടെയുണ്ട്.